ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാർഡ് ലിസ്റ്റിൽ പേരുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ പാരൻറ്റിൻ്റെ, നമ്മുടെ അച്ഛൻ്റെ അമ്മൻ്റെ പേര് അന്നത്തെ 2002 ലിസ്റ്റിലുള്ള പ്രകാരമായിരിക്കില്ല ഇപ്പോൾ. അസ്സാം വലൈക്കും വാഹത്തുള്ള. ബിസ്മില്ല അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പീസ് റേഡിയോ ജംഗ്ഷൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളും കൃത്യമായ സ്വാഗതം. വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുന്ന ലക്ഷ്യത്തോടെ 2002 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ജംഗ്ഷൻ പരിപാടിയിൽ അക്ഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നീണ്ട 20 വർഷക്കാലമായി വളാഞ്ചേരിയിൽ അക്ഷയ കേന്ദ്രം നടത്തിവരുന്ന ശ്രീ അബ്ദുൽ ജലീൽ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം ജംഗ്ഷൻ പരിപാടിയിലേക്ക്. നമുക്കറിയാം, ലോകത്തൊരുപാട് ഭരണ സംവിധാനങ്ങളുണ്ട്. ജനാധിപത്യം, പട്ടാള ഭരണം, രാജവംശം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ജനാധിപത്യം ഏറ്റവും പരമപ്രധാനമാണ്. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ സംവിധാനമാണ് വോട്ടെടുപ്പും വോട്ടർ പട്ടികയും ID കാർഡുമെല്ലാം. അതുമായി ബന്ധപ്പെട്ട വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ജംഗ്ഷൻ പരിപാടി നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. എലിക്ക, എന്താണ് ശരിക്കും ഈ വോട്ടർ ID കാർഡ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറെ ഈ ഒരു സമയത്ത് ചർച്ചയായതാണ് ഈ വോട്ടർ ID കാർഡ്. ഈ വോട്ടർ ID കാർഡ് ചർച്ചയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാറും മറ്റും കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന് ഒരുപാട് പേര് വോട്ടർ ID നിന്ന് പോയി. SIR-മായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോട്ടർ ID കാർഡ് ഒരു ഇന്ത്യൻ പൗരൻ്റെ നമ്മളുടെ ഒരു അവകാശമാണ്, നമ്മളുടെ ഒരു വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇതുവരെ അത്ര കാര്യമായിട്ട് കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാതെ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൗരത്വം വരെ അപകടത്തിലാകുമോ എന്നുള്ളൊരു വരുന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. അതിപ്പോൾ നമുക്ക് അറിയുന്നുണ്ട്. കാരണം നമ്മുടെ രക്ഷിതാക്കളുടെ വോട്ടർ ID ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിതിനെക്കുറിച്ചൊരു ബോധവാന്മാരായില്ലെങ്കിൽ നാളെ കഷ്ടപ്പെടുന്ന നമ്മളെ മക്കളാണ്, വരും തലമുറ നമ്മളുടെ മക്കളാണ് ഇതിന് പ്രയാസം. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അതിൻ്റെ വോട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അത് വരും തലമുറയാണ് അതിനെ കഷ്ടപ്പെടുക. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വോട്ടർ ID എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടർ ID കാർഡ് അതാണ് ശരിക്കും വോട്ടർ ID. അതാണ് വോട്ടർ ID. ഓക്കെ, നമുക്കറിയാം, ഒരു വോട്ടർ ID ലഭിക്കാൻ 18 വയസ്സാവണം. ആ ഒരു കാലയളവ് ശരിക്കും ഏത് വെച്ചാണ് നോക്കാറുള്ളത്? നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു വോട്ടർ ID കാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞത് അത് ഓരോ വർഷങ്ങളും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ കറണ്ട് ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ ജനുവരിയിലേക്ക് 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വോട്ടർ ID കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. ജനുവരി 1 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വോട്ടർ കാർഡിന് വേണ്ടി അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ വോട്ടർ കാർഡ് ഇല്ലാത്തവരും, ഇപ്പോൾ വോട്ട് സ്ഥിരമായിട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് പുതുതായിട്ട് വോട്ടിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രായം എന്ന് പറഞ്ഞതാണ് ഈ ജനുവരി 2026 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് നമുക്ക് വോട്ടറിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ മറ്റേത് മാസങ്ങളും 18 വയസ്സായാലും നമ്മൾ ജനുവരി 1 നമ്മൾ വെയിറ്റ് ചെയ്യണം. ജനുവരി 1 വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അപേക്ഷ കൊടുക്കാം. 6-7 മാസമൊക്കെ വ്യത്യാസം വന്നേക്കാം. മന്ദിരം ജനിക്കുന്ന മാസങ്ങൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ജനുവരി 1 മാനദണ്ഡം. അത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കാം. അതായാൽ നമുക്ക് 18 വയസ്സായാൽ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. ഓക്കെ, ഈ അപേക്ഷ കൊടുക്കുമ്പോഴേ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? അപേക്ഷ കൊടുക്കേണ്ട സംവിധാനം നമുക്ക് നിലവിൽ പ്രധാനമായിട്ടും ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേരാൻ വേണ്ടിയിട്ട് ഓൺലൈനാണ് സംവിധാനം. ഏകദേശം ഒരു 95% ഓൺലൈനാണ്. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കാൻ പറ്റാത്തവർക്ക് ഓഫ്ലൈൻ സംവിധാനമുണ്ട്. അത് ഏത് ഓഫീസിലാണ്? ഓഫ്ലൈൻ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതുതായിട്ടൊരു വോട്ടർ ID കാർഡ് ഉണ്ടാക്കാറ് ഫോം 6 എന്നാണ് പറയുക. അപ്പോൾ ഈ ഫോം 6 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നമ്മൾ BLOൻ്റെ കയ്യിലാണ് കൊടുത്ത് നമുക്ക് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകളപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം. അപ്പോൾ അതിന് ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പറായിട്ടുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ BLOമാർക്ക് കൊടുത്ത പോലെ തന്നെ ഓരോന്നിനും ഒരു മാസങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ കറക്റ്റ് പരിശീലനം. അപ്പോൾ അവർക്ക് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അറിയണ്ടാവും. അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അതിനുള്ള ഗ്രൂപ്പും സംവിധാനങ്ങളും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ സെൻറ്ററിൽ പോകുമ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്താൽ
ചിലപ്പോൾ ലിസ്റ്റിൽ വരാത്ത പ്രശ്നങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രം തന്നെ ഈ സേവനത്തിനെ സമീപിക്കണമാണ് ഏറ്റവും നല്ലത്. ഈ അക്ഷയ കേന്ദ്രം വഴി അല്ലാണ്ട് റവന്യൂ തലത്തിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം. മീൻസ് വില്ലേജ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് വഴിയോ സംവിധാനം ഉണ്ടോ? അതാണ് ഈ ഓൺലൈൻ അല്ലാത്ത സംവിധാനം. മാനുവലായിട്ടുള്ളത് നമുക്ക് BLO മുഖേന വില്ലേജ് ഓഫീസ് മുഖേനൊക്കെ ആയിട്ട് ചെയ്യാം. ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അത് തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഓൺലൈനായിട്ട് അക്ഷയ കാര്യങ്ങൾ വഴിയാണ് ചെയ്തു ചെയ്തു വരുന്നത്. വരുന്നത്. കേരളത്തിൽ അക്ഷയ വഴിയാണ് ചെയ്തു വരുന്നത്. ഈ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം? നമുക്കിപ്പോൾ പുതുതായിട്ട് ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാളെ പേര് ചേർക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ട അവരുടെ ആധാർ കാർഡ്. ഇപ്പോൾ ഉള്ള നിയമങ്ങൾ കുറച്ച് മാറി. ഇപ്പോൾ കാര്യം ഈ SIR ഒക്കെ വന്ന കാരണം ഇപ്പോൾ ഈ സമയത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആധാർ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആധാറിലെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആധാറിലെ പേര് വെച്ചാണ് നമുക്ക് വോട്ടർ ഐ ഡിയിൽ പേര് കൊടുക്കാൻ പറ്റുക. അപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ എന്തുണ്ടാവും SSLC ബുക്കിൽ വേറെ പേര്, ആധാറിൽ പേര്, അങ്ങനെയൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്യണം. ഞാൻ സ്കൂളിൽ സ്ഥിരം അനുഭവിക്കുന്നതാണ്. ആധാറിലൊന്ന്, പാരൻ്റ് റേഷൻ കാർഡ് ഇതിൽ വേറെ ഒന്ന്, റേഷൻ കാർഡിൽ വേറെ ഒന്ന്, ജനന സർട്ടിഫിക്കറ്റിൽ വേറെ ഒന്ന്, പലതും പലതായിരിക്കും. പക്ഷേ അപ്പോൾ അങ്ങനെ അക്ഷയയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ നമ്മളിതൊക്കെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വോട്ടറിന് അപേക്ഷിക്കാം. ഇതെല്ലാം ഒരുപോലെ ആക്കും. ഒരുപോലെ അതിന് ശേഷമാണ് മറ്റു ഇതിലേക്ക് കിടക്കുക ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആധാറിലെ പേര് പോലെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് KYC ഉണ്ട്. അതായത് ഈ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഫയലിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ആധാർ ബേസിൽ മൊബൈൽ നമ്പർ, ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP അടിച്ചിട്ടാണ് ഇതിൻ്റെ സബ്മിഷൻ നടക്കുന്നത്. ഈ KYC ഇതിൻ്റെ സൈൻ നടക്കുന്നത്, ഡിജിറ്റൽ സൈൻ നടക്കുന്നത്. അപ്പോൾ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം. ആധാറിലുള്ള അതേ പേരിനായിരിക്കണം നമ്മൾ വോട്ടിന് അപേക്ഷ കൊടുക്കുന്നതും. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ആധാറാണ് ഒരു രേഖ വേണ്ടത്. ഇപ്പോൾ പിന്നെ അവരെ പാരൻറ്റിൻ്റെ ഇപ്പോൾ 20 വയസ്സായ ഒരാൾ 18 വയസ്സായ ഒരാൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ, അവരുടെ അച്ഛൻ്റെ അമ്മൻ്റെ ഒരാളുടെ ലിസ്റ്റ് 2002 SIR ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കണം. സഹോദരങ്ങൾ പറ്റില്ല. ഇല്ല, അച്ഛൻ ഒരമ്മ എന്നുള്ള ലെവൽ അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ, അവർ ജീവിച്ചിരിക്കാത്ത ഒരാളാണെങ്കിൽ അവർ പട്ടികയിലുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ ഇപ്പോൾ കൊടുക്കുന്ന ആളുടെ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് വോട്ടർ പട്ടികയിൽ വരും. ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പോലത്തെ വില്ലേജ് അങ്ങനെ സംവിധാനം അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും, അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ അപേക്ഷ കൊടുത്തു. എത്ര കാലം കൊണ്ട് നമുക്ക് ഈ വോട്ടർ ID കാർഡ് കിട്ടും? സാധാരണയായിട്ട് അതിനൊരു സമയപരിധി ഇല്ല. ശരിക്കും സമയപരിധി പറഞ്ഞാൽ ഒരു മാസം, നമ്മുടെ തിരക്കിനനുസരിച്ചൊക്കെ വേഗം വരാൻ ഗവൺമെൻറ് സമയപരിധി ഒരു മാസം 30 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്കൊരു വ്യക്തമായിട്ട് തിരക്കിനനുസരിച്ചാണ് സാധാരണ നമ്മൾ BLO ഒക്കെ പാസ്സാക്കി വിടുന്നതിനനുസരിച്ചാണ് സാധാരണ ഇത് വരാറ്. ഇത്ര ദിവസം നൽകിയിരിക്കണമെന്ന് വ്യവസ്ഥയില്ല. ഇത്ര കറക്റ്റ് ഇപ്പോൾ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 15 ദിവസം കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത് തിരക്കിൻ്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന സമയങ്ങളുണ്ട്. ഇപ്പോൾ പൊതുവെ എന്തായിരിക്കും BLO ഒക്കെ ഇഷ്ടംപോലെ ജോലി ഭാരമുള്ളൊരു സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കൊടുത്താലും അതൊരു ഫെബ്രുവരി ലാസ്റ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് സമയത്തേക്ക് ആയിരിക്കും അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക. തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിൽ പിന്നെ നീളാം സാധ്യത തീർച്ചയായിട്ടും. അതെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വോട്ടർ ID വന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ബൈ പോസ്റ്റിൽ വോട്ടർ ID കാർഡ് വരും. കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൾക്ക് മെസ്സേജ് വരും. വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അതിൻ്റെ കോപ്പി കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ പ്രിൻ്റ് രൂപത്തിലോ എടുക്കാനുള്ള സൗകര്യവും നിലവിലുണ്ട്. റവന്യൂ വഴിയല്ല, ബൈ തപാലാണ് സാധനം വരുന്നത്. തപാൽ വരും. നമുക്ക് വേണമെങ്കിൽ അക്ഷയയിൽ വന്നിട്ട് കോപ്പി എടുക്കുകയും ചെയ്യാം. ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അത് ഇപ്പോൾ SIRമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലെന്ന് നോക്കുന്നൊരു സമയക്രമമാണ് ആ കാലം. അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ? അതാണിപ്പോൾ ഒരു വലിയൊരു ഇതാണ്. എല്ലാവരും എന്താ പറയുക, വോട്ടർ ID ഫോം BLO കൊണ്ടുവന്നു, ഇത് പൂരിപ്പിച്ച് കൊടുത്തു, അപ്പോൾ ഒരു കരട് പട്ടിക വന്നു. അപ്പോൾ ഇനിയൊന്നും ഇല്ല എന്നുള്ളതല്ല. കുറച്ച് ആൾക്കാരെ അതിൽ മാപ്പിംഗ് നടക്കാത്ത 2 കേസുണ്ട് അതിൽ. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കുറേ ആൾക്ക് ഇപ്പോൾ കരട് ലിസ്റ്റ് വന്നല്ലോ. കരട് ലിസ്റ്റ് വന്നപ്പോൾ കുറേ ആളുകളുടെ പേര് അതിനകത്തില്ല, അതായത് മാപ്പിംഗ് നടന്നിട്ടില്ല. അവരുടെ കേസിൽ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇനി ഹാജരാക്കാനുണ്ടാവും. എന്താണ് ആ മാപ്പിംഗ് നടക്കാത്തതെന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മാപ്പിംഗ് നടന്നിട്ട് കരട് ലിസ്റ്റിലുള്ള ആളുകളുണ്ട്, ഉൾപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ലിസ്റ്റ് സൈറ്റിൽ അവൈലബിൾ അല്ല. അത് BLOൻ്റെ കയ്യിലുണ്ട്, ബൂത്ത് ലെവൽ ഓഫീസറുടെ കയ്യിലുണ്ട്. നിരവധി ഓരോ ബൂത്തിലും ഒരു 50-100 ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ വിചാരിക്കുന്ന കാർഡ് ലിസ്റ്റിൽ പേരുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ പാരൻറ്റിൻ്റെ, നമ്മളെ അച്ഛൻ്റെ അമ്മൻ്റെ പേര് അന്നത്തെ 2002 ലിസ്റ്റിലുള്ള പ്രകാരമായിരിക്കില്ല. ഇപ്പോൾ ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ അക്ഷരമാണെങ്കിൽ ഇപ്പോൾ ചെറിയ അക്ഷരമായിരിക്കും. അതുവരെ ലിസ്റ്റിലുണ്ട്. അതിന് നമ്മൾ ക്ലാരിറ്റി, അങ്ങനെയുള്ളവർ നമ്മൾ SLC ബുക്കും 2 പ്രൂഫ് നമ്മൾ ഹാജരാക്കണം. ഒന്നുകിൽ SLC ബുക്ക്, ജനന സർട്ടിഫിക്കറ്റ്,
അല്ലെങ്കിൽ നമ്മൾ ആധാർ കാർഡ് അങ്ങനെ എന്തെങ്കിലും 2 പ്രൂഫ് ഹാജരാക്കിയിട്ട് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല കുത്തും കോമയും അതുവരെ ഇപ്പോൾ ലിസ്റ്റ് അത് ലിസ്റ്റ് ബി എൽ ഒക്ക് കൊടുത്തിട്ടുണ്ട്. ബി എൽ ഒൻ്റെ കയ്യിൽ ഇപ്പോൾ പബ്ലിക്കിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ പബ്ലിക്കിൽ വിട്ടിട്ടില്ല, സൈറ്റിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ അത് ബി എൽ ഒമാർ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അടുത്ത ഘട്ടമാണിത്, ഇത് ക്ലിയർ ചെയ്യല്ലേ. അവരിപ്പോൾ 1ാം ഘട്ടം മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പിംഗ് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ പേഴ്സണലായിട്ട് ഇവർ അറിയിക്കും. അങ്ങനെ അറിയിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ള നമ്മൾ ഇതിൻ്റെ ഒരു ഇതെന്താ പറയുക, നമ്മൾ ജാഗ്രതയിൽ വേണം. നമ്മൾ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1987 മുമ്പ് ജനിച്ച ആളുകൾ, 87 മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പാരൻസിൻ്റെ എന്തെങ്കിലും രേഖ 2002 ലിസ്റ്റിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ നമ്മളുടെ എന്തെങ്കിലും രേഖ, നമ്മളുടെ രേഖ പറഞ്ഞാൽ 1987 ശേഷം ജനിച്ച ആളാണെങ്കിൽ നമ്മളെ ഒന്നുകിൽ നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ച് അങ്ങനത്തെ രേഖകളാണ് നമുക്ക് വേണ്ടി വരിക. ഇതിനെക്കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കുക. രേഖകൾ കറക്റ്റായിട്ട് ഏതെങ്കിലും ഇത് പറഞ്ഞ രേഖകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളതിലൊക്കെ. അല്ലാതെ ആ സമയത്ത് ചിലപ്പോൾ ഒരു 5 ദിവസമോ 10 ദിവസമോ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ നമുക്കിത് കളക്ട് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇതല്ലാത്ത അല്ലാത്ത 87 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് 2 രേഖ ഹാജരാക്കണം. അവർക്ക് അവരുടെ പാരൻറ്റിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയോ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് പറഞ്ഞ രേഖ ഹാജരാക്കണം. അത് അവരുടെ ഈ കാൻഡിഡേറ്റ് വോട്ടറുടെ SSLC ബുക്ക് സ്കൂൾ രേഖ നിർബന്ധമായിട്ടും ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 1987 ശേഷമാണെങ്കിൽ എന്താ വെച്ചാൽ ഓൺലൈൻ ആയതാണ്. ഈ ബർത്ത് ആൻഡ് രജിസ്റ്ററൊക്കെ ഓൺലൈനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതവരെ അത് കാണും. ഇനി 2004 ശേഷം ഇപ്പോഴത്തെ കുട്ടികളുണ്ട്, 2004 ശേഷം ജനിച്ചവരാണെങ്കിൽ അവർ അച്ഛൻ്റെയും അമ്മൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പാസ്പോർട്ട് പോലത്തെ രേഖകൾ തന്നെ അനുവദിക്കുക അല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അതിന് പറയുന്നത്. മറ്റൊരു പാസ്പോർട്ടാണെങ്കിൽ ഓരോ ഓപ്ഷൻ കൂടി വേറെ കൊടുക്കണം. അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് അതെന്താ വെച്ചാൽ അത് 2004 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 2004 ഒരാളുടെ അവരുടെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവും സ്കൂൾ എക്സ്ട്രാക്റ്റെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്കൂൾ എക്സ്ട്രാക്റ്റ് ഇല്ലായിരിക്കില്ല. സ്കൂൾ പോകാത്ത അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അത് ആണ് റെഡിയാക്കി വെക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾ. ഇപ്പം എൻ്റെ ഒരു ബന്ധുവിനെ അവർക്ക് പണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു. പക്ഷേ ആൾ ഫിസിക്കലി ചലഞ്ചിൻ്റെ ആളാണ്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ പോയിരുന്നില്ല. അപ്പോൾ അന്ന് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കൊണ്ടുപോയിട്ടില്ല, പേരുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ SR വന്നപ്പോൾ ആ ലിസ്റ്റിൽ അവരില്ല. ഇനി അവർ ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം? 2 മാർഗ്ഗങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ 2002 രക്ഷിതാക്കളുടെ SIRൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് വേണം. ഇയാൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഏകദേശം 60 വയസ്സായ ഒരാളാണെങ്കിൽ അവരുടെ എന്ന് വേണം ഒരു രേഖ. അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇത് രണ്ടും ഇല്ലെങ്കിൽ അവരുടെ ഒരു വില്ലേജിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അത് വാങ്ങി വയ്ക്കാം. അത് വാങ്ങി പാൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, അല്ല ആധാർ കാർഡും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ് ആധാർ കാർഡൊക്കെ. പക്ഷേ അവരുടെ പ്രൈമറി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ പേരിൽ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലം നികുതി ഉണ്ടെങ്കിൽ അവരെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തരും. അതും പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിട്ട് അവർക്ക് വോട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റും. 2002 പാരൻസ് ലിസ്റ്റിലില്ല. ഇല്ല. അതാണ്. അപ്പോൾ ഡെത്ത് ആണെങ്കിൽ അന്നത്തെ ലിസ്റ്റ് വരാണെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ വില്ലേജിൽ കൊടുത്തിട്ട് നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ രേഖ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പിന്നെ ആധാറും ഉണ്ടായാൽ മതി. പിന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും 2 തരം തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് നിയമസഭയിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക്, അതല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക്. അപ്പോൾ ജനങ്ങളുടെ ധാരണ ഏതെങ്കിലും ഒരു പട്ടികനെ 2 വോട്ട് ചെയ്യാനാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രേക്ഷകർ പറയുന്നത്? 2 കാറ്റഗറി. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്തല്ലോ, അപ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് അക്ഷരയിലൊക്കെ കൂടുതൽ ആളുകളൊക്കെ സമ്മാനിച്ചിരിക്കുന്ന ആൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോട്ടർ നമ്മളെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലത്തെ ഇലക്ഷനിലേക്ക് സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറാണ് അതിൻ്റെ പട്ടിക തയ്യാറാക്കുക. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിലേക്ക് പട്ടിക തയ്യാറാക്കുക. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ ലോക്സഭയിലേക്കുള്ളത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പട്ടിക തയ്യാറാക്കുക. ഡൽഹി ആസ്ഥാനം. അപ്പോൾ ഈ ഡൽഹി ആസ്ഥാനത്ത് നിന്ന്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്ന ആ വോട്ടർ ഐ കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നിയമസഭ ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ വോട്ട് ഉണ്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ഉണ്ട് എന്ന് കരുതിയിട്ട് ആ ലിസ്റ്റിൽ വോട്ട് ഉണ്ടാവണമെന്നില്ല. ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളത് വേറെ തന്നെയാണ്. അത് നമ്മൾ വേറെ രണ്ടായിട്ട് കാണും വേണം, അങ്ങനെ ഉണ്ടാക്കും വേണം. തിരിച്ചറിയണം, ഉറപ്പ് വരുത്തണം, ഉണ്ടോ എന്ന് തന്നെ ഉറപ്പ് വരുത്തണം. ഒരു ഉപചോദ്യം, എന്തുകൊണ്ടാണ് ഇതിന് 2 ഒന്ന് പോരെ? എൻ്റെ ഒരു പേഴ്സണലി സംശയമാണ്. കാരണം
രണ്ട് പട്ടികയും രണ്ട് സംവിധാനം എന്തിനാണ് ഒറ്റൊന്ന് പോരെ? എന്താ അതിൻ്റെ കാരണം എന്താണ്? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ പൊതുവേ അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക ഈ വാർഡുകൾ വിഭജനങ്ങൾ വരുമല്ലോ. വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാസ് റൂട്ടിലുണ്ട് വരുമ്പോഴേ ഈ വീടുകളും ഇതൊക്കെ നമ്മൾ വർഷം മാറ്റങ്ങൾ വരും. വോട്ടർ പട്ടികയുടെ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികത്വം ഓൾ ഇന്ത്യയിൽ വരുമ്പോൾ ഗ്രാസ് റൂട്ടിൽ വരുമ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു 11ാം വാർഡിലാണെങ്കിൽ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ ഞാൻ വാർഡ് മാറി ഗവൺമെൻറ്റിനെ മാറ്റിയിട്ടുണ്ടാവും വാർഡ്. ഈ വീടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ മാറി. അതെ അതെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യാൻ ഒരു വലിയ പ്രോസസ്സായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് വെച്ചാൽ പോരെ? ഈ രണ്ടും വേണോ? മൈ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. അതെ അതെ. എങ്കിലും ഒന്ന് മതിയല്ലോ. വ്യക്തി ഒന്ന് തന്നെയാണല്ലോ ശരിക്കും. വ്യക്തി ഒന്നാണ്, പക്ഷേ രണ്ട് പട്ടിക എന്തിനാണ് എൻ്റെ ചോദ്യം. അതാണ് മറ്റേ ഈ പട്ടിക നമ്മൾ ഈ നിയമസഭയിൽ അല്ലാതെ വരുന്ന പട്ടിക ഉണ്ടല്ലോ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ വരുന്ന പട്ടിക എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് മാറുന്ന ഒരിതാണ്. ഈ ഇടക്കിടക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും കോടിക്കണക്കിന് ആളുകളുടെ പ്രോസസ്സിങ് ആര് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വലിയ ഭാരിച്ച ഒരു റീസെൻ്റ്ലി മാറിക്കൊണ്ടിരിക്കും. മറ്റത് അങ്ങനെ മാറില്ല. ലോക്സഭ നിയമസഭ മാറിനാലും വലിയ മാറ്റം വരും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ മാറ്റങ്ങൾ വരുള്ളൂ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ഇതില്ല അതിനകത്ത്. ഇതുപോലെ എപ്പോഴും ഒരു ആശങ്കയാണ് വോട്ടർ ഐ ഡി കാർഡ് നഷ്ടപ്പെടും. പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മുടെ ഫയൽ മൊത്തം മിസ്സാവുക. അങ്ങനെ സംഭവിച്ചാൽ പുതുതായിട്ട് ലഭിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ വോട്ടർ ഐ കാർഡ് നഷ്ടപ്പെട്ടു, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താലൂക്കിൽ പോയിട്ട് നമ്മൾ ഈ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി അപേക്ഷിച്ച് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടുള്ള മാർഗ്ഗം ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാണ്ട് ഓൺലൈൻ ഈ വോട്ടർ ഐ ഡി കാർഡിനില്ല. അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ കോപ്പി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ കേസിൽ നമുക്ക് കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇപ്പോൾ ഫോട്ടോസോ വോട്ടർ ഐ ഡിയിൽ നിലവിൽ ചെയ്തു തരുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് പുതിയ കാർഡ് വരും. ഫോൺ നമ്പറോ എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാർഡ് വരും. അപ്പോൾ നമുക്ക് ആ കാർഡ് ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ആ സംവിധാനം ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയിപ്പോൾ SIR വന്ന് പുതിയ അപ്ഡേഷൻ വന്നാൽ നീ എങ്ങോട്ടാണ് പോകുകയെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, മാറ്റം വരുത്തി പുതിയത് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ നമുക്ക് താലൂക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കലാണ്. ഡ്യൂപ്ലിക്കേറ്റ് പതിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പതിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരൊരു അന്വേഷണം നടത്തിയിട്ടാണ് അത് നമുക്ക് ആ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. സാധാ പോലെ ഉപയോഗിക്കാം. ഓക്കെ. ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം, വോട്ടിങ്ങിനോട് പല ന്യൂജൻ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല. ചില അവർ അരാഷ്ട്രീയവാദമാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയും സമയം എന്താണ് അവരോട് പറയാനുള്ള സംഗതികൾ? മീൻസ് മൊത്തത്തിൽ നമുക്ക് ഇത് എന്താ പറയുക, നമ്മൾ കുട്ടികളിപ്പോൾ ന്യൂജൻ കുട്ടികളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ നമുക്കെന്താ വെച്ചാൽ എന്നാലും നമുക്കൊരു രാഷ്ട്രീയ ബോധം വേണം. ആ രാഷ്ട്രീയ മൂല്യം, ആ ബോധമൊക്കെ അത്യാവശ്യമാണ്. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അതിനുള്ള സംഗതിയാണ് നമ്മളിപ്പോൾ ഇതാക്കി കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അതിൻ്റെ കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 18 വയസ്സായാൽ ഓരോ കുട്ടികളും, ആ കുട്ടികളാണ് എനിക്ക് വോട്ടർ ഐ ഡി കാർഡ് വേണം, എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ അവർ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാവണം എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ജനാധിപത്യം പൂർണ്ണമാവണമെങ്കിൽ എല്ലാവരും എല്ലാവരും അതിലേക്ക് വരണം. അപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. മാത്രമല്ല, ഇനി വരാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിലൊക്കെ പെടാതെ നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ വിദേശത്ത് ജോലി, നല്ല ശമ്പളം, അപ്പോൾ ഈ കാണുന്ന ഈ പുകമറയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാവാതെ പോയാൽ നമുക്ക് വരും തലമുറയ്ക്ക് ചിലപ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും. അതെ. അപ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. മനസ്സിലാക്കണത്. കാരണം ഇപ്പം തന്നെ ഫിൽട്രേഷൻ വന്ന് ഒരുപാട് ടൈറ്റായി. അതെ. ഇപ്പോഴുള്ള ജനങ്ങൾ തന്നെ പ്രയാസപ്പെടും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആധാരോ എന്തെങ്കിലും മതി എന്നുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രോപ്പർ പാരൻസിന് വോട്ടർ ഐ ഡി ഉണ്ടോ, മക്കൾക്ക് വോട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയ്ക്ക് വന്നേക്കാം. ശ്രദ്ധിക്കണം. അന്ന് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ലേ, അന്ന് എന്ത് ചെയ്യും, വോട്ട് രേഖപ്പെടുത്താൻ അവകാശമില്ലാത്ത കുറേ ഇന്ത്യൻ പൗരന്മാരുണ്ടാവും ഇവിടെ. രണ്ടാം കിട പൗരന്മാരായി മാറും. അപ്പോൾ ആ അപകടം നമ്മൾ ശരിക്കും തിരിച്ചറിയണം എന്നാണ് അവരോട് പറയാനുള്ളത്. അതിലേക്ക് നമ്മൾ പോകരുത്. യെസ്, തീർച്ചയായിട്ടും. ഓക്കെ. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർ പട്ടികയ്ക്ക് ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച വളാഞ്ചേരിയിൽ 2 പതിറ്റാണ്ട് കാലമായി അക്ഷയ നടത്തിവരുന്ന ശ്രീ അബ്ദുൽ ജലീൽ സാഹിബിന് ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.